നമ്മുടെ വീടുകളിൽ ഒരു ഇൻവെർട്ടർ സേഫ്റ്റിയോടുകൂടി എങ്ങനെ വയറിംഗ് ചെയ്യാം എന്നതിനെ പറ്റിയാണ് ഈ വീഡിയോ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു AKR Technical മലയാളം യൂട്യൂബ് ചാനൽ. AKR Technical മലയാളം യൂട്യൂബ് ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ ചാനൽ വഴി ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ടെക് റിലേറ്റഡ് വീഡിയോസ് ആണ് കൂടുതലായും അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിനെ പറ്റി കൂടുതൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെല്ലൈക്കണിൽ ഓൾ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്താൽ ഞാൻ തുടർന്നും വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും അപ്പോൾ തന്നെ നിങ്ങൾക്കത് കാണാവുന്നതാണ്. ഇലക്ട്രിക്കലിനെ പറ്റി എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് ഞാൻ പകർന്നു നൽകുന്നതാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തുടർന്നും വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതിൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ 2 LCB ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇതൊരു 12 dB ആണ്. 12 dBയിൽ സിംഗിൾ ഫേസിൻ്റെ 2 RCCB ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. കൂടാതെ 2 സെറ്റായിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഈ RCCBയുടെ കൂടെ 4 MCBയും രണ്ടാമത്തെ RCCBയുടെ കൂടെ 4 MCBയുമാണ് നമ്മളിതിൽ കാണിച്ചിരിക്കുന്നത്. ഈ കാണുന്നത് ന്യൂട്രൽ ലിങ്ക് ബാറാണ്, ഈ കാണുന്നത് എർത്ത് ലിങ്ക് ബാറുമാണ്. എർത്ത് ലിങ്ക് ബാർ നമ്മൾ മണ്ണിലേക്ക് ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നതാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഒരു നോർമൽ ഇൻവെർട്ടറാണ് ഈ കാണിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്തത് ഒരു സോളാർ ഇൻവെർട്ടർ ആയിരുന്നു. സോളാർ ഇൻവെർട്ടർ വെച്ച് DBയിൽ എങ്ങനെ വയറിംഗ് ചെയ്യാം എന്നതിനെ പറ്റിയായിരുന്നു. സോളാർ ഇൻവെർട്ടറും അതിൻ്റെ കൂടെ 3 ഫേസ് RCCBയുമാണ് നമ്മൾ സിംഗിൾ ഫേസ് DBയിൽ കണക്ട് ചെയ്ത് കാണിച്ചത്. ഇത് അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി 2 RCCB വെച്ചിട്ടാണ് നമ്മൾ ഇതിൽ വയറിംഗ് ചെയ്യുന്നത്. കൂടാതെ ഒരു പവർ സോക്കറ്റാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. പവർ സോക്കറ്റ് ഈ കാണുന്ന ഒരു സിംഗിൾ സ്വിച്ച് 2-വേ സ്വിച്ചാണ്. ഈ കാണുന്ന സ്വിച്ച് ഈ പവർ സോക്കറ്റ് ഓൺ ചെയ്യാനുള്ള സ്വിച്ചുമാണ്. നമുക്ക് ഇതിൻ്റെ വയറിംഗ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമായി ഈ കാണുന്ന 4 MCBകളും ലൂപ്പ് ചെയ്യുകയാണ്. ഇതുപോലെ അടിവശത്തായി എല്ലാ MCBകളും ലൂപ്പ് ചെയ്തു. രണ്ടാമത്തെ സെറ്റ് RCCBയും നമ്മൾ ഇതുപോലെ ലൂപ്പ് ചെയ്യുകയാണ്. ഈ 2 സെറ്റ് MCBകളും നമ്മൾ ലൂപ്പ് ചെയ്ത് കഴിഞ്ഞു. അടുത്തായി ന്യൂട്രൽ ലിങ്ക് ബാറിലേക്ക് കൊടുത്തു. ഇത് മെയിൻ ന്യൂട്രലാണ്. മെയിൻ RCCB ആണ് ഈ കാണുന്നത്. രണ്ടാമത്തേത് ഇൻവെർട്ടറിനുള്ള RCCBയുമാണ്. രണ്ടാമത്തെ സെറ്റ് മുഴുവനായി നമ്മൾ ഇൻവെർട്ടറിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അടുത്തായി മെയിൻ RCCBയിൽ നിന്നും ഒരു ലൂപ്പ് ഈ MCBകളുടെ അടിവശത്തായി എവിടെയെങ്കിലും ലൂപ്പ് ചെയ്യുക. അടുത്തായി ഈ മെയിൻ RCCBയിൽ നിന്നും ഈ MCBകളുടെ അടിവശത്തായി എവിടെയെങ്കിലും ലൂപ്പ് ചെയ്യുക. ഇതുപോലെ ഈ പവർ സോക്കറ്റ് എങ്ങനെയാണ് വയറിംഗ് ചെയ്യുന്നത് നോക്കാം. മെയിൻ പവറാണ് നമ്മൾ ഈ സോക്കറ്റിലേക്ക് വയറിംഗ് ചെയ്യുന്നത്. അതിനായി ഈ 4ാമത്തെ MCBയിൽ നിന്നും ഒരു വയർ നേരെ ഈ സ്വിച്ചിൻ്റെ അടിവശത്തായി കണക്ട് ചെയ്യുക. ഇതുപോലെ അവിടെ നിന്നും ഒരു ലൂപ്പ് ഈ 2ാമത്തെ സ്വിച്ചിന്, അതായത് സോക്കറ്റിൻ്റെ സ്വിച്ചിലേക്കും ഇതുപോലെ ലൂപ്പ് ചെയ്ത് കൊടുക്കുക. ഈ സോക്കറ്റിൻ്റെ സ്വിച്ചിൻ്റെ മുകളിൽ നിന്നും ഇതുപോലെ സോക്കറ്റിൻ്റെ റൈറ്റ് സൈഡിലെ പിന്നിലേക്ക് ഇതുപോലെ ഒരു ലൂപ്പ് കൊടുക്കുക. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ നമുക്ക് ഈ സോക്കറ്റിൽ സപ്ലൈ വരുന്നതിന് വേണ്ടിയാണ് ഇതിപ്പോൾ ലൂപ്പ് ചെയ്തത്. നിങ്ങൾക്ക് വയറിംഗ് അറിയാമെങ്കിൽ ഈ ഭാഗം സ്കിപ്പ് ചെയ്ത് പോകാം. ഇതിൻ്റെ പകുതി മുതൽ കണ്ടാൽ മതിയാവും. ആദ്യം മുതലേ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ തുടക്കക്കാർക്ക് ഇത് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ മുഴുവനായിട്ടും വിവരിക്കുന്നത്. ഈ സോക്കറ്റ് നമ്മൾ ഈ ഇൻവെർട്ടറിന് പവർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതൊരു 2-വേ സ്വിച്ചാണ്. 2-വേ സ്വിച്ചിൻ്റെ കണക്ഷൻ എങ്ങനെയാണെന്ന് ഞാൻ പറയാം. 2-വേ സ്വിച്ച് ഉപയോഗിക്കുന്നത് നമുക്ക് ഈ ഇൻവെർട്ടർ എപ്പോഴെങ്കിലും അഴിച്ചു മാറ്റേണ്ടി വരികയോ അല്ലെങ്കിൽ കേടുപാട് സംഭവിക്കുകയോ ചെയ്യുമ്പോൾ നമുക്ക് മെയിൻ സപ്ലൈ 2ാമത്തെ സെറ്റിലേക്ക് ബൈപ്പാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ കാണുന്ന 2ാമത്തെ സെറ്റ് MCBകളിലേക്ക് സപ്ലൈ കിട്ടുന്നതിനായി ഇവിടെ ബൈപ്പാസ് ചെയ്ത് കൊടുത്താൽ ഇൻവെർട്ടർ ഇല്ലെങ്കിലും ഇത് വർക്ക് ചെയ്യുന്നതാണ്. ഇൻവെർട്ടർ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നവർ നേരത്തെ തന്നെ ഇതുപോലെ വയറിംഗ് ചെയ്ത് വയ്ക്കുക. വയറിംഗ് ചെയ്ത് വെച്ചാൽ അനായാസം നിങ്ങൾക്ക് ഇൻവെർട്ടർ പിന്നീട് കണക്ട് ചെയ്യാവുന്നതാണ്. തുടർന്ന് എർത്ത് വയർ ഇതുപോലെ എർത്ത് ലിങ്ക് ബാറിൽ നിന്നും സോക്കറ്റിൻ്റെ വലിയ പിന്നിലേക്ക് കണക്ട് ചെയ്തു. ഇതിൻ്റെ സർക്യൂട്ട് കംപ്ലീറ്റ് ആകണമെങ്കിൽ നമുക്ക് ന്യൂട്രൽ കൂടി ഇതിലേക്ക് വരണം. ഈ സോക്കറ്റിലേക്ക് ന്യൂട്രൽ കൊണ്ടുവരുന്നതിനായി ഈ ലിങ്ക് ബാറിൽ നിന്നും മെയിൻ ലിങ്ക് ബാറിൽ നിന്നും സോക്കറ്റിൻ്റെ ഇടതുവശത്തെ പിന്നിലേക്ക് കണക്ട് ചെയ്യുക. ഇനി നമുക്ക് ഒരു റൂമിൻ്റെ വയറിംഗ് കൂടി ഞാൻ ഇതിനകത്ത് കാണിക്കാം. അതായത് ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ട് നമ്മളൊരു റൂമിലേക്കാണ് വയർ ചെയ്ത് കാണിക്കുന്നത്. ഈ കാണുന്ന റൂമിലേക്കാണ് നമ്മൾ ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ട് വയറിംഗ് ചെയ്ത് കാണിക്കുന്നത്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ വാച്ച് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ കണക്ഷൻ എങ്ങനെയൊക്കെയാണ് പോകുന്നതെന്ന് മനസ്സിലാകുകയുള്ളൂ. ഇതിനു മുമ്പ് ഇൻവെർട്ടറിൻ്റെ പല രീതിയിലുള്ള വയറിങ്ങും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ലിങ്ക്, ആ വീഡിയോകളുടെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് അത് വാച്ച് ചെയ്യാവുന്നതാണ്. കൂടാതെ ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനിലും നിങ്ങൾക്കത് കാണാവുന്നതാണ്. നമുക്ക് തുടർന്നുള്ള കണക്ഷനിലേക്ക് പോകാം. ഒരു റൂമിലേക്കുള്ള വയറിംഗ് ആണ് കാണിക്കുന്നത്. റൂമാണ് ഈ കാണുന്നത്. റൂമിലുള്ള 2 ലൈറ്റും ഒരു ഫാനുമാണ് നമ്മൾ ഈ സ്വിച്ചിലേക്ക് വയറിംഗ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് ഇനി നമ്മൾ കണക്ട് ചെയ്യുന്നത് ഇൻവെർട്ടറിൻ്റെ പവറാണ്. കംപ്ലീറ്റ് ആയിട്ട് ഇൻവെർട്ടറിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. മുമ്പ് വയറിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ സെപ്പറേറ്റ് റൂമുകളിലേക്ക് MCB കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കണക്ഷൻ കൊടുക്കാവുന്നതാണ്. അതിനായി ഈ 2-വേ സ്വിച്ചിൻ്റെ സെൻറ്ററിൽ നിന്നും ഇതുപോലെ ഒരു വയർ നമ്മുടെ RCCBയുടെ മുകളിലായി കണക്ട് ചെയ്യുക. അതായത് ഫേസ് വയറാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ കണ്ടീഷനിൽ നമ്മൾ ഈ സ്വിച്ച് താഴേക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൂപ്പും തമ്മിൽ ക്ലോസായി ഈ MCB വഴി സപ്ലൈ കയറി ഈ RCCBയിലേക്ക്
ഫേസ് സപ്ലൈ കിട്ടുന്നതാണ്. അതാണ് ഇതിൻ്റെ ഉപയോഗം. ഇപ്പോൾ ഇൻവെർട്ടർ ഇല്ലെങ്കിൽ, ഇൻവെർട്ടർ നമ്മൾ വാങ്ങിയിട്ടില്ല എങ്കിൽ ഇതുപോലെ വയറിങ് ചെയ്ത് വെച്ചാൽ ഈ സ്വിച്ച് ഓൺ ചെയ്തിട്ടാൽ നേരെ ഈ മെയിൻ സപ്ലൈ ഇതുവഴി കയറി സെൻട്രൽ കൂടി കയറി, അതായത് കോമൺ പോയിൻറ്റിൽ കൂടി ഈ RCCBയിലേക്ക് ഫേസ് സപ്ലൈ ലഭിക്കുന്നതാണ്. നമുക്ക് ന്യൂട്രൽ കണക്ട് ചെയ്യണം. അതിനായി മെയിൻ ന്യൂട്രൽ ലിങ്ക് ബാറിൽ നിന്നും ഇതുപോലെ ഒരു ന്യൂട്രൽ വയർ ഈ RCCBയുടെ മുകളിലായി കണക്ട് ചെയ്യുക. അടുത്തതായി ഈ റൂമിലേക്കുള്ള സപ്ലൈ എടുക്കണം. അതിനായി ഫേസ്, ന്യൂട്രൽ, എർത്ത് എന്നിവ ഇതിലേക്ക് കണക്ട് ചെയ്യണം. അതിനായി നമുക്ക് ഫസ്റ്റ് ഫേസ്, ഈ കാണുന്ന ഫസ്റ്റ് MCBയിൽ നിന്നും ഈ സ്വിച്ച് ബോർഡിലേക്ക് ഒരു വയർ കൊണ്ടുവരിക. എന്നിട്ട് ഇതിൻ്റെ അടിവശത്തായി കണക്ട് ചെയ്യുക. അതുപോലെ തന്നെ ന്യൂട്രൽ നമ്മൾ ഈ ലിങ്ക് ബാറിൽ നിന്നാണ് എടുക്കുന്നത്. മെയിൻ ലിങ്ക് ബാറിൽ നിന്നല്ല, സെക്കൻഡ് ലിങ്ക് ബാർ നമ്മളിവിടെ അഡീഷണലായി കൊടുത്തിരിക്കുന്നതാണ്. ഇത് DBകളിൽ സാധാരണ കാണാറില്ല. ഇതില്ലെങ്കിൽ ഒരു കണക്ടർ ഇട്ട് ലൂപ്പ് ചെയ്താൽ മതിയാവും. ഇതുപോലെ ലിങ്ക് ബാറിൽ നിന്നും ന്യൂട്രൽ ഈ സോക്കറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലായി കണക്ട് ചെയ്യുക. ഇവിടെ നിന്ന് ലൂപ്പായി ഈ ബൾബുകളിലും ഫാനിലേക്കും ന്യൂട്രൽ ലൂപ്പായി പോകുന്നതാണ്. അപ്പോൾ ഈ റൂമിൻ്റെ ഫേസും ന്യൂട്രലും കിട്ടിക്കഴിഞ്ഞു. അടുത്തതായി നമുക്ക് എർത്ത് വയറാണ് ഈ സോക്കറ്റിലേക്ക് വരേണ്ടത്. സോക്കറ്റിന് വേണ്ടി മാത്രമാണ് നമ്മളിവിടെ എർത്ത് വയർ കൊടുക്കുന്നത്. ഇൻവെർട്ടറിനുള്ള ബാറ്ററിയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ബാറ്ററി ഇതിലേക്ക് കണക്ട് ചെയ്യണം. ഇത് പിന്നീട് കണക്ട് ചെയ്താൽ മതിയാവും. ഞാനിത് ഇടയ്ക്ക് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇൻവെർട്ടർ കൂടി ഇതിനകത്ത് വയറിങ് ചെയ്ത് കാണിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ ഇതുകൂടി കാണിച്ചത്. അടുത്തതായി നമുക്ക് ഇതിലേക്ക് എർത്ത് ലിങ്ക് ചെയ്യണം. എർത്ത് ലിങ്ക് ചെയ്യാനായിട്ട് ഇവിടെ നിന്നും എർത്ത് ലിങ്ക് ബാറിൽ നിന്നും സോക്കറ്റിൻ്റെ വലിയ പിന്നിലേക്ക് ഒരു വയർ കണക്ട് ചെയ്യുക. അടുത്തതായി നമുക്ക് രണ്ടാമത്തെ RCCBയുടെ ഫേസും ന്യൂട്രലും കണക്ട് ചെയ്യണം. അതിനായി ഫേസ് ഈ ലെഫ്റ്റ് സൈഡിൽ നിന്നും, ലെഫ്റ്റ് സൈഡിലാണ് ഫേസ് കൊടുത്തിരിക്കുന്നത്, മുകളിൽ ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ ഫേസ് കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്നും ഒരു ലൂപ്പ് എടുത്ത് ഈ 4 MCBകളുടെ അടിവശത്തായി എവിടെയെങ്കിലും കണക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് ന്യൂട്രൽ ഈ ലിങ്ക് ബാറിലേക്ക് ഇതുപോലെ ഈ RCCBയുടെ ഔട്ട്പുട്ട് ഇതിലേക്ക് ലിങ്ക് ബാറിലേക്ക് കണക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ നോർമൽ വയറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇൻവെർട്ടർ ഇല്ലാതെ തന്നെ ഇത് വർക്ക് ചെയ്യുന്നതാണ്. എങ്ങനെയാണെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു. ഇത് ഓഫ് പൊസിഷനിലാണ് കിടക്കുന്നതെങ്കിൽ ഇതിലേക്കൊന്നും സപ്ലൈ വരുന്നതല്ല, നമ്മുടെ ഈ റൂമിലേക്കും സപ്ലൈ കിട്ടുന്നതല്ല. എപ്പോൾ ഇത് താഴേക്ക് ഓണാക്കുന്നോ, അതായത് ഈ സ്വിച്ച് എപ്പോൾ നമ്മൾ ഓണാക്കുന്നോ, അപ്പോൾ ഇത് തമ്മിൽ ഈ ബ്ലൂ വയറും ഈ MCBയിൽ നിന്നും വരുന്ന ഔട്ട്പുട്ട് നേരെ ഇത് ലിങ്കായി നേരെ നമ്മുടെ ഈ RCCBയിലേക്ക്, രണ്ടാമത്തെ RCCBയിലേക്ക് സപ്ലൈ വരികയും രണ്ടാമത്തെ സെക്ഷനിൽ കൊടുത്തിരിക്കുന്ന എല്ലാ MCBകളിലും ഉള്ള പവർ നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കുന്നതുമാണ്. അതായത് ഇപ്പോൾ ഇത് ഓൺ ചെയ്താൽ ഈ റൂമിലുള്ള എല്ലാ ഡിവൈസുകളും നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തതായി നമുക്ക് ഈ പവർ സോക്കറ്റിൽ നിന്നും ഇൻവെർട്ടറിലേക്കാണ് സപ്ലൈ പോകേണ്ടത്. ഇനി ഇൻവെർട്ടർ കണക്ട് ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് കാണുന്ന ഈ 4 MCBകളിൽ നിന്നും നമുക്ക് മോട്ടോർ, ഫ്രിഡ്ജ് എന്നിവയ്ക്കുള്ള പവർ വയറിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇത് മെയിൻ സപ്ലൈയിൽ മാത്രമേ ഈ 4 MCBകൾ വർക്ക് ചെയ്യുകയുള്ളൂ. ഇത് രണ്ടാമത്തെ സെറ്റ് നമുക്ക് 4 MCBകൾ ഇൻവെർട്ടറിൽ വർക്ക് ചെയ്യുന്നതാണ്. ഇൻവെർട്ടറിലും നോർമൽ സപ്ലൈയിലും വർക്ക് ചെയ്യുന്നതാണ്. കറണ്ട് ഉള്ളപ്പോൾ നമുക്ക് നോർമൽ സപ്ലൈ ഇൻവെർട്ടർ ത്രൂ ലഭിച്ചുകൊണ്ടിരിക്കും. കറണ്ട് പോയാൽ ഇൻവെർട്ടറിൽ നിന്നുള്ള സപ്ലൈ ഈ സ്വിച്ച് വഴി ബൈപ്പാസായി നമുക്ക് ഇവിടെ ലഭിക്കുന്നതാണ്. അടുത്ത ഇൻവെർട്ടറിലേക്കുള്ള സപ്ലൈ കണക്ട് ചെയ്യാം. ഇൻവെർട്ടറിൻ്റെ ഈ മെയിൻ സപ്ലൈ ഒരു പ്ലഗ് ടോപ്പ് ഇട്ട് ഇവിടെ നിന്നും ഇതിലേക്ക് വയർ ചെയ്ത് കൊടുക്കുക. നോർമലി ഇൻവെർട്ടറിൻ്റെ കൂടെ തന്നെ ഇതുപോലെ പ്ലഗ് ടോപ്പ് വരുന്നതായിരിക്കും. അടുത്തത് നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ടാണ് എടുക്കേണ്ടത്. ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ട് ഒരു സോക്കറ്റ് കണക്ട് ചെയ്ത് ഈ സ്വിച്ചിൻ്റെ മുകളിലായിട്ടാണ് ഇതുപോലെ കണക്ട് ചെയ്യേണ്ടത്. ഈ സോക്കറ്റിൽ നിന്നും ഒരു സിംഗിൾ വയർ മാത്രം ഈ സ്വിച്ചിൻ്റെ മുകളിലത്തെ പിന്നിൽ കണക്ട് ചെയ്താൽ മതിയാവും. ഇതിൽ ഈ 2 വേ സ്വിച്ചിൽ 3 പിന്നുകൾ കാണാം. അതിൽ ഏറ്റവും മുകളിലത്തെ പിന്നിൽ ഇതുപോലെ ഒരു സിംഗിൾ വയർ ഇട്ട് കണക്ട് ചെയ്യുക. ന്യൂട്രൽ നമുക്ക് ഇവിടെ നിന്നും ലഭിക്കുന്നതാണ്. പലർക്കും ഉള്ള ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ ഈ RCCB ഓഫാക്കി കഴിഞ്ഞാൽ ന്യൂട്രൽ എവിടെ നിന്ന് ലഭിക്കും എന്നുള്ളതാണ്. എന്നാൽ ന്യൂട്രൽ ഈ ഇൻവെർട്ടറിൽ നിന്ന് തന്നെ ന്യൂട്രൽ ലഭിക്കുന്നതാണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ കാണുന്ന പ്ലഗ് ടോപ്പ് വഴിയാണ് നമുക്ക് ന്യൂട്രൽ റിട്ടേൺ ഇതിലേക്ക് ലഭിക്കുക. ഇൻവെർട്ടറിനകത്തുള്ള ന്യൂട്രൽ പോയിൻ്റ് എല്ലാം കോമൺ ആയിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ സിംഗിൾ വയർ കൊടുത്തത്. ഇതിൽ കൊടുക്കുന്ന ഈ ന്യൂട്രൽ തന്നെയാണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഓഫായാലും ഇൻവെർട്ടറിൻ്റെ ന്യൂട്രൽ റിട്ടേൺ കയറി ഇതുവഴി ഈ വയർ വഴി ഈ ന്യൂട്രൽ ലിങ്ക് ബാറിൽ ലഭിക്കുകയും ന്യൂട്രൽ ലിങ്ക് ബാറിൽ നിന്നും നമുക്ക് ഈ രണ്ടാമത്തെ RCCBയിലേക്ക് ന്യൂട്രൽ ലഭിക്കുകയുമാണ് ചെയ്യുന്നത്. ഇൻവെർട്ടറിൻ്റെ ന്യൂട്രൽ ഈ പ്ലഗ് ടോപ്പ് വഴി റിട്ടേൺ ഈ പോയിന്റിൽ ലഭിക്കുകയും ഈ പോയിന്റിൽ നിന്നും ഈ വയർ വഴി മെയിൻ ന്യൂട്രൽ ലിങ്ക് ബാറിലേക്ക് ലഭിക്കും. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഈ വയർ വഴി നമ്മുടെ RCCBയിലേക്ക് റിട്ടേൺ വരും. റിട്ടേൺ വന്ന് ഇവിടെ ഇൻപുട്ടിൽ നമുക്ക് ഫേസും ന്യൂട്രലും ഇവിടെ തന്നെ ലഭിക്കും. ഇവിടെ നിന്നും ഔട്ട്പുട്ട് നേരെ നമ്മുടെ സെക്കൻഡ് ന്യൂട്രൽ ലിങ്ക് ബാറിലേക്കാണ് പോകുന്നത്. ആ ന്യൂട്രൽ ലിങ്ക് ബാറിൽ നിന്നുമാണ് പിന്നെ നമുക്ക് റൂമിലേക്കുള്ള സപ്ലൈ പോകുന്നത്. ഈ സ്വിച്ച് ഓഫ് പൊസിഷനിൽ ഈ കാണുന്ന ബ്ലൂ വയറും ഈ
ഇൻവെർട്ടറിൽ നിന്ന് വരുന്ന ഈ ബ്ലൂ വയറും തമ്മിൽ ലൂപ്പായിരിക്കും. പലരും ചോദിച്ച സംശയമാണ് ഇത് ഓഫ് ചെയ്തിട്ടാൽ ഇതെങ്ങനെയാണ് ഇത് സപ്ലൈ കിട്ടുക എന്ന്. എന്നാൽ 2-വേ സ്വിച്ചിൻ്റെ ഫംഗ്ഷൻ അറിയാൻ മേലാത്തതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. ഇത് ഓഫ് ചെയ്യുമ്പോൾ ഈ ലിങ്കും ഇവിടെ മുകളിൽ കാണുന്ന ഈ പിന്നും തമ്മിൽ ലിങ്ക് ആയിരിക്കും. ഇതുവഴിയാണ് നമുക്ക് സപ്ലൈ ഈ MCBകളിലേക്ക് ലഭിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ 4 MCBകളിൽ നിന്നും ഫേസ് എടുക്കുന്നുണ്ടെങ്കിൽ ആ സപ്ലൈക്ക് കൊടുക്കുന്ന ന്യൂട്രലുകളെല്ലാം ഈ ലിങ്ക് ബാറിൽ തന്നെ വരേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഇത് വർക്കാകുന്നതല്ല. ഇനി നമുക്ക് മീറ്ററിൽ നിന്നുള്ള മെയിൻ സപ്ലൈ ആണ് കൊടുക്കേണ്ടത്. അതിനായി ന്യൂട്രൽ മുകളിൽ കണക്ട് ചെയ്തു, ഈ ഫസ്റ്റ് RCCBയുടെ മുകളിലായി കണക്ട് ചെയ്തു, ഫേസും അതുപോലെ തന്നെ ഈ RCCBയുടെ മുകളിലായി കണക്ട് ചെയ്തു. അതായത് ഇൻപുട്ട് സപ്ലൈ KCBയിൽ നിന്നുള്ള മെയിൻ സപ്ലൈ നമുക്ക് ഈ RCCBയിലേക്കാണ് വരുന്നത്. ഇവിടെ നിന്നുമാണ് ഔട്ട്പുട്ട് ഈ 4 MCBകളിലും ലഭിക്കുക. ഇവിടെ നിന്ന് നമുക്ക് പവർ ഔട്ട്ലെറ്റ് എവിടെയൊക്കെയാണോ അവിടെയൊക്കെ നമുക്ക് ഈ MCBകളിൽ നിന്നും എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ 4ാമത്തെ MCBയിൽ നിന്നാണ് നമ്മുടെ ഈ 2ാമത്തെ സെറ്റ് കംപ്ലീറ്റ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതൊരു ഗേജുള്ള വയർ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഈ ലോഡുകളെല്ലാം ഈ MCB ത്രൂ ആണ് വരുന്നത്. ഈ MCB ഒരു 10 ആംസ് എങ്കിലും ഉപയോഗിക്കുക. 10 ആംസ് മതിയാവും. അതുപോലെ തന്നെ ഈ വയർ 4² mm വയർ തന്നെ ഉപയോഗിക്കുക. നമ്മുടെ റൂമുകളിലൊന്നും കൂടുതൽ ലോഡ് കാണാറില്ല. ഒരു ഫാൻ മാത്രമേ ലോഡായിട്ട് വരികയുള്ളൂ. പിന്നെ എല്ലാം CFL-ഉം ഇപ്പോൾ LED ബൾബുകളുമാണ്. അതുകൊണ്ട് വലിയ ലോഡുകളൊന്നും വരില്ല. എന്നാലും MCB 10 ആംസ് തന്നെ ഉപയോഗിക്കണം. ഇതിപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് ഒന്ന് പറയാം. ഇതിപ്പോൾ മെയിൻ സപ്ലൈ ഓണാണെങ്കിൽ നമുക്ക് ഈ റൂമിലെ സോക്കറ്റിൽ നിന്നും എവിടെ നിന്നെങ്കിലും ഷോക്ക് ഏൽക്കുകയാണെങ്കിൽ ഇൻവെർട്ടറിൻ്റെ RCCBയും മെയിൻ RCCBയും അപ്പോൾ തന്നെ ട്രിപ്പായി പോകുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ മെയിൻ വഴിയാണ് നമുക്ക് ഫേസ് ഇതിലേക്ക് വരുന്നതും ഇൻവെർട്ടർ ത്രൂ നമുക്ക് മെയിൻ സപ്ലൈ തന്നെയാണ് ഇത് ബൈപ്പാസ് ചെയ്ത് കിട്ടുന്നത്. മെയിൻ സപ്ലൈ ഉള്ളപ്പോൾ ഈ MCB വഴി നേരെ നമ്മുടെ ഇൻവെർട്ടറിൽ വരികയും ഇൻവെർട്ടറിൻ്റെ അകത്ത് ഒരു റിലേ ആണ് കോൺടാക്ട് ചെയ്യുന്നത്. ആ റിലേ വഴി നമുക്ക് ബൈപ്പാസ് ചെയ്തിട്ടാണ് ഈ സപ്ലൈ നമുക്ക് 2ാമത്തെ MCBയിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് ഇതിൽ നിന്നും ഷോക്കേറ്റാൽ അപ്പോൾ തന്നെ ഈ 2 RCCBകളും ട്രിപ്പാകുമെന്ന് പറഞ്ഞത്. മെയിൻ സപ്ലൈ പോയാൽ ഉടൻ തന്നെ നമ്മുടെ ഇൻവെർട്ടർ പ്രവർത്തിക്കുകയും ഇൻവെർട്ടർ ഉൽപ്പാദിപ്പിക്കുന്ന AC സപ്ലൈ ആണ് നമുക്ക് തിരിച്ച് ഈ സ്വിച്ച് വഴി നമുക്ക് ഈ RCCBയിലേക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഔട്ട് പോകുന്ന ഏത് ലൈനിൽ നിന്നും നമുക്ക് ഷോക്കേറ്റാൽ അപ്പോൾ തന്നെ ഈ RCCB ട്രിപ്പായി പോകുന്നതാണ്. അതേസമയം ഇത് ട്രിപ്പാകുന്നതുമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് തിരിച്ച് സപ്ലൈ പോകുന്നില്ല. ഈ RCCB ഓഫ് ചെയ്ത് വെച്ചാലും ഇത് വർക്കാകുമെന്ന് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ. ഇൻവെർട്ടർ ത്രൂ ഉള്ള ഫേസ് ന്യൂട്രലുമാണ് ഈ സമയം ഇതിനകത്ത് യൂസ് ചെയ്യുക. അപ്പോൾ ഇതിൽ നിന്നും ഷോക്കേറ്റാൽ ഇതിൻ്റെ ഔട്ട്പുട്ട് സപ്ലൈയിൽ നിന്നും ഷോക്കേറ്റാൽ ഈ RCCB മാത്രമാണ് ട്രിപ്പാവുക. ഇത് ട്രിപ്പാകാതെ തന്നെ ഇവിടെ നിൽക്കുന്നതാണ്. മെയിൻ സപ്ലൈ വരുമ്പോൾ ഇൻവെർട്ടർ ബൈപ്പാസ് ചെയ്ത് നമുക്ക് മെയിൻ സപ്ലൈ ഈ 4 MCBകൾ മെയിൻ സപ്ലൈയിൽ നിന്ന് തന്നെ ലഭിക്കുന്നതാണ്. ഇത്രയുമാണ് ഇതിൻ്റെ ഫംഗ്ഷൻ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്താൽ ഞാൻ തുടർന്നും വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും അപ്പോൾ തന്നെ നിങ്ങൾക്കത് വാച്ച് ചെയ്യാവുന്നതുമാണ്. താങ്ക്സ് ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.